നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലും നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലുമാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ളവർ മാത്രം ഇത് കാണുക, അല്ലാത്തവർ ഇത് വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്ങുകളും ടൈംലെസ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ കണ്ടാലും അത് റെസനേറ്റ് ആവുന്നതായിരിക്കും. കൂടാതെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ, നിങ്ങളതിൽ സംതൃപ്തരാണ് എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. കൂടാതെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ എനർജികൾ വരുന്നതാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായി എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറുമായി റീഡിങ് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാവരും പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഒരു അഫർമേഷൻ പോലെയാണ് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് ഇത് പറയുന്നത്. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവായ വ്യക്തികളോട് മാത്രം കോണ്ടാക്റ്റ് വയ്ക്കുക. നമ്മളുടെ സോൾ എപ്പോഴും പോസിറ്റീവായും ഹാപ്പി ആയിട്ടും വെച്ചേക്കുക. നെഗറ്റീവ്, നമ്മളുടെ തകർച്ചയിലും നമ്മളെ വിജയത്തിനെ പരിഹാസത്തോടു കൂടി കാണുന്നവരോടൊന്നും ഒരു കോണ്ടാക്റ്റിന് പോകാതെ ലൈഫിൽ അച്ചീവ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുക. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നതാണ്, തിരിച്ചു വരുന്നതായിരിക്കും. അത് ബന്ധങ്ങളായാലും എന്തു വസ്തുക്കളായാലും നിങ്ങളുടെ സോള് പോസിറ്റീവാണെങ്കിൽ, നിങ്ങളുടെ ആത്മീയമായ അവസ്ഥ പോസിറ്റീവാണെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ അട്രാക്റ്റഡ് ആയിരിക്കും, നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കും നിങ്ങൾക്ക് അർഹതയുള്ളത്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾക്ക് ഫസ്റ്റ് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിങ്സ് ആണ്. ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എംബറസ് ആണ്. വളരെയധികം ഭയങ്കരമായ കെയറിങ്ങും സ്നേഹവും പരിഗണനയും പരിപാലനവും നടത്തുകയാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിക്ക് മുന്നിൽ. വളരെയധികം അതൊരു മദർ ഫിഗറോടുകൂടി, അല്ലെങ്കിൽ ആ വ്യക്തി മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ആ നിൽക്കുന്ന പൊസിഷനിൽ ആ വ്യക്തി ഈ നിങ്ങളുടെ പേഴ്സണെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെയാണ് അവിടെ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ തേർഡ് പാർട്ടിയുടെ ഒരു നിസ്സഹായമായ അവസ്ഥ, അതായത് അവരുടെ ഒരു തകർച്ചയിൽ, ഒരു ഒറ്റപ്പെടലിൽ, അവർക്ക് മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാൻ കഴിയാതെ വന്ന ആ ഒരു നിമിഷത്തിൽ ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റാർ പോലെ, ഒരു പ്രതീക്ഷ പോലെയാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് വന്നു ചേർന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിലാണെങ്കിലും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുണ്ടായ ഒരു ചെറിയൊരു അകൽച്ച, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് തർക്കം, ഒരു സൗന്ദര്യ പിണക്കം, അങ്ങനെ ആ വ്യക്തിയുടെയും ഒരു ചെറിയ തകർച്ചയുടെ സമയത്താണ് ഈ തേർഡ് പാർട്ടി അവരും കണക്റ്റ് ആവുന്നത്. അവർ തമ്മിലൊരു കണക്ഷന് കാരണമാകുന്നതായിട്ടാണ് നമുക്കിവിടെ വ്യക്തമായിട്ടും കാണുന്നത്. അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി അവരെ അത്രത്തോളം കെയറിങ് ചെയ്തു, പ്രൊട്ടക്റ്റ് ചെയ്തു, അവരെ ആഗ്രഹിച്ച രീതിയിൽ, നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ച രീതിയിലൊക്കെ തന്നെ എംബറസ് എന്നാണ് പറയുന്നത്, എല്ലാ രീതിയിലും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അയാളെ ആരോ ആയിക്കോട്ടെ ആ വ്യക്തിക്ക്, നിങ്ങളുടെ പേഴ്സണ് എല്ലാ രീതിയിലും ആ പേഴ്സൺ ചിന്തിച്ച പോലെ ബിഹേവ് ചെയ്തു എന്നുള്ളതാണ് തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയോടൊത്തുള്ള ഒരു ലൈഫിൽ വളരെ ഹാപ്പിനെസ്സാണ് കേട്ടോ. കാരണം തേർഡ് പാർട്ടിക്ക് ഒരു പൂർണ്ണത എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണോട് കൂടി ചേരുന്നതും, നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ പേഴ്സണോടുള്ള അട്രാക്ഷൻ, അതുപോലെ തന്നെയാണ് തേർഡ് പാർട്ടിക്ക് അവരോടുള്ള ഒരു അട്രാക്ഷൻ. അവരെല്ലാം അബണ്ടൻസ്, സമൃദ്ധിയുമാണ് നിങ്ങളുടെ വ്യക്തിയിൽ കാണുന്നത്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും പോസിറ്റീവ് മാത്രമാണ് തേർഡ് പാർട്ടിക്ക് ഫീൽ ചെയ്യുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയിൽ അഡിക്റ്റാണ്, ഭയങ്കരമായിട്ടും കണക്റ്റഡാണ്. കാരണം ഹയറോഫൻ്റാണ്, അവർക്ക് വളരെ ഹാപ്പിയാണ്. നിങ്ങളുടെ വ്യക്തിയെ കാണുന്ന ഒരു ബ്ലെസ്സിങ്സോട് കൂടിയും സമൃദ്ധിയും അബണ്ടൻസുമായിട്ടാണ് കാണുന്നത്. അവർ ആ ഒരു വ്യക്തിയിൽ ഭയങ്കരമായും അഡിക്റ്റഡാണ്. ഞാൻ റീഡിങ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. കാരണം നമുക്കിവിടെ കിട്ടുന്ന എനർജിയും കിട്ടിയിരിക്കുന്ന കാർഡ്സും വെച്ചാണ് കേട്ടോ ഞാനിത് പറയുന്നത്. അപ്പം
തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി മുറുക്ക പിടിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിനെ. കാരണം ആ വ്യക്തിയെ ഹോൾഡ് ചെയ്യുകയാണ്. തേർഡ് പാർട്ടിക്ക് വേറെ ഓപ്ഷൻസൊക്കെ വേണമെങ്കിലുണ്ട്, വേണമെങ്കിൽ ഇത് വിട്ട് കളയുകയൊക്കെ ചെയ്യാം. പക്ഷേ തേർഡ് പാർട്ടി ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. തേർഡ് പാർട്ടി ആനന്ദമാണ്, തേർഡ് പാർട്ടിക്ക് ഭയങ്കര ആനന്ദമാണ്. അതായത് 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായും ആ വ്യക്തിയിൽ ഇമോഷണലി പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആണ്. ഇമോഷൻ എന്ന് പറയുന്നത്, അതായത് പൂർണ്ണമായും തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയിൽ അഡിക്റ്റഡ് ആണ്. നിങ്ങളുടെ വ്യക്തിയാണ് തേർഡ് പാർട്ടിയുടെ ബ്ലെസ്സിങ്സും ലോകവും സന്തോഷവും സുഖവും എല്ലാം. അത്രത്തോളം ഇമോഷണലി ഹാപ്പിയാണ്. വേറെ ഒന്നും ആ വ്യക്തിക്ക് വേണ്ട. ആ 9 ഓഫ് കപ്സ് എന്ന് പറയുന്ന ആ മൂന്നാമത്തെ കാർഡ്സിലേക്ക് നോക്കിയാൽ നമുക്ക് ഏത് മനുഷ്യനും വ്യക്തമാകും. അത്രത്തോളം ആനന്ദത്തിലാണ്, ആ സമൃദ്ധിയാണ്, അബണ്ടൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എല്ലാം തികഞ്ഞ ഒരു സന്തോഷം, ഈ ലോകത്തേക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും വലിയ സന്തോഷം ലഭിച്ച ഒരു വ്യക്തിയുടെ അവസ്ഥയിലാണ് തേർഡ് പാർട്ടി എന്ന വ്യക്തി നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ കാണിക്കുന്നത്. അടുത്തത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. വളരെ പക്വതയോടും വളരെ ശ്രദ്ധയോടും കൂടി തന്നെയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി കൈകാര്യം ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന മറ്റുള്ളവരിലേക്ക് ഇപ്പോൾ പതുക്കെ അട്രാക്റ്റീവായി മാറിപ്പോകുന്നുണ്ട്. അതിൽ തേർഡ് പാർട്ടിക്ക് ഭയങ്കര ഹാർട്ട് ബ്രേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും തേർഡ് പാർട്ടി വളരെ സ്ലോവിലി ക്ഷമയോടെ വെയിറ്റ് ചെയ്യുകയാണ്. വളരെ പക്വതയോടുകൂടിയാണ് തേർഡ് പാർട്ടി എല്ലാത്തിനെയും കാണുന്നത്. വളരെ പക്വതയോടുകൂടി ക്ഷമയോടുകൂടിയും തേർഡ് പാർട്ടി ഇങ്ങനെ നിലകൊള്ളുകയാണ്. അതുപോലെ തേർഡ് പാർട്ടി ഫോക്കസ് ചെയ്തിട്ടുമുണ്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ട കാര്യം എന്താണോ ആ ഒരു കാര്യത്തിൽ വളരെ ഫോക്കസിങ് ആയിട്ടും വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ബിഹേവ് ചെയ്യുകയാണ്. ഏത് രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ തൃപ്തിപ്പെടുത്താനും തേർഡ് പാർട്ടി തയ്യാറാണ്. അതുപോലെ പേജ് ഓഫ് കപ്സ് ആണ്. തേർഡ് പാർട്ടി പുതിയ പ്രണയങ്ങളും പുതിയ ഇമോഷൻസ്, അതായത് ഒരു ചെറിയ വ്യക്തികളെ പോലെ തന്നെ നമ്മുടെ ആ ഒരു ചെറിയ പ്രായത്തിലെ ആ പ്രണയം സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആ ഒരു ഏജിലെ അതേ രീതിയിൽ തന്നെയാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയോട് ബിഹേവ് ചെയ്തു കൊണ്ട് നടക്കുന്നത്. അതേസമയം തേർഡ് പാർട്ടിക്ക് ടെൻഷനുണ്ട്. തേർഡ് പാർട്ടി വേറെ കാര്യങ്ങളിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടിക്ക് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തേർഡ് പാർട്ടിക്ക് മാനസികമായും ഭയങ്കര പിരിമുറുക്കമൊക്കെ ഉണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തി പതുക്കെ മൂവ് ഓൺ ചെയ്യുന്നു എന്നത് തേർഡ് പാർട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം. പേജ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. തേർഡ് പാർട്ടി വളരെ രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ അഡിക്റ്റഡ് ആവാനും അങ്ങോട്ട് ആകർഷിക്കാനും അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആകർഷണ നിയമം തേർഡ് പാർട്ടി നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തിയിലേക്ക് കൊടുക്കുന്നുണ്ട്. വളരെ നല്ല ഒരു ഫീലിങ്സ് ആണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞാലുള്ളത്. അതുപോലെ തന്നെ ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അട്രാക്ഷനാണ്, പുതിയ പ്രണയം പോലെയാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിയെ അത് ഭയങ്കരമായും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലും നിങ്ങളുടെ വ്യക്തിയോട് ഭയങ്കരമായ സ്നേഹവുമുള്ള ഒരു ഫീലിങ്സാണ്. നിങ്ങളുടെ വ്യക്തിയിൽ ആ വ്യക്തി ഭയങ്കരമായിട്ടും ഇൻവോൾവ് ആയിട്ട് ആ വ്യക്തിയുടെ ലോകമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടിക്ക് ഫീലിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയിൽ നിന്നും പതുക്കെ മാറുന്നുണ്ട്. അവർക്കിടയിൽ ഒരു ബ്ലോക്കേജ് വരുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ദിശ മാറി പോകുന്നു എന്ന് തേർഡ് പാർട്ടിക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നുണ്ട്. ഏസ് ഓഫ് സോഴ്സ് ആണ്. അവർ ഭയങ്കരമായിട്ടും 24 അവേഴ്സും ഈ വ്യക്തിയെക്കുറിച്ചുള്ള തിങ്കിങ് ആണ്, ടെൻഷനാണ്. എന്ത് ചെയ്യും, എങ്ങനെ പോകും, എന്തായി തീരും എന്നും ഓർത്തുള്ള ഭയങ്കര ടെൻഷനാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് അവർ എന്തു സംഭവവും ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളുടെ വ്യക്തിയിലേക്ക് അവർ എന്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അവർ പറയുന്ന എന്ത് വിട്ടുവീഴ്ചയ്ക്കും തേർഡ് പാർട്ടി തയ്യാറാണിപ്പോൾ. ഈ കറൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ എനർജിയിലെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പൂർണ്ണമായും എന്തിനും തയ്യാറാണ്. നിങ്ങളുടെ വ്യക്തിയെ നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. അവർ മെഡിറ്റേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അവർ നല്ല പ്രെയർ ചെയ്യുന്നുണ്ട്. അവർ ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. കൈവിട്ടു പോകാതിരിക്കാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അതേസമയം നിങ്ങളുടെ വ്യക്തിയുടെ
കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ സംതൃപ്തമല്ല. ഭയങ്കരമായും അവർ ഒരു ലോസ് സംഭവിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ആ ബിഹേവിയർ, തേർഡ് പാർട്ടിയുടെ ഫീലിങ്സ് ഇന്നതാണെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ചീറ്റിംഗ് പോലെയും അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇവരെ പിടിച്ചു വെക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. തേർഡ് പാർട്ടിയുടെ ആ ഒരു ആജ്ഞാശക്തിയിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ അനങ്ങാൻ സംഭവിക്കുന്നില്ല, അത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് യാതൊരുവിധ താല്പര്യവുമില്ല. ആ വ്യക്തിക്ക് ഭയങ്കര ശ്വാസം മുട്ടു ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയാണ്. അവരൊരു ചതി പറ്റി പെട്ടുപോയി. 5 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നഷ്ടങ്ങൾ, അവർക്കുണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യം, സന്തോഷം, എല്ലാ സംഭവങ്ങളും നഷ്ടപ്പെട്ട ഫീലിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ദ സണ്ണാണ്. വളരെ ഹാപ്പിനെസ്സും സന്തോഷവും സുഖവുമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ നിങ്ങൾ ഓർത്ത് കാണൂല്ലേ തേർഡ് പാർട്ടിയിൽ അവർ അഡിക്റ്റഡ് ആണെന്ന്. ഒരിക്കലുമല്ല, അവരവിടെ അഭിനയിക്കുകയാണ്. ഭയങ്കരം സണ്ണായിട്ട് വളരെ ഹാപ്പി ആയിട്ട് അവർ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നിൽക്കുകയാണ്. പക്ഷേ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ ആ ഒരു ഓവർ സ്മാർട്ട്, ഓവറായിട്ടുള്ള ആ ഒരു കെയറിങ്, ആ ഒരു ഇമോഷനൊന്നും അവർക്ക് ഇഷ്ടമാവുന്നില്ല. മെൻ്റൽ കോൺഫ്ലിക്റ്റാണ് നിങ്ങളുടെ വ്യക്തി ആ ഒരു അവസ്ഥയിൽ അനുഭവിക്കുന്നത്. മാനസികമായും ഭയങ്കരം ഒരു വിഷമത്തോടു കൂടിയാണ് നിങ്ങളുടെ വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്. ബർഡനാണ്, അവർക്ക് ഭാരം ചുമക്കുന്ന ഒരവസ്ഥയാണ്. അവർ ഇമോഷണലി ഡൗൺ ആവുകയും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പോകാൻ നോക്കുകയും ചെയ്യുകയാണ്. കാരണം തേർഡ് പാർട്ടിയും ഇവരും തമ്മിലുള്ള കണക്ഷനിൽ ഇവർ തൃപ്തരല്ല. ഇവർക്ക് അതിനകത്തൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നില്ല. അവരും ഇവരും തമ്മിലുള്ള ഒരു പൊരുത്തമില്ലായ്മ, ഒരു അഭിപ്രായ ഭിന്നതയാണ് അവർക്കിടയിൽ നടക്കുന്നത്. അതിനാൽ ഈ ബന്ധം തുടരണോ എന്ന സംശയവും ഈ ബന്ധത്തിൽ നിന്നും പിന്മാറണമെന്ന ആഗ്രഹവുമാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതുപോലെ തന്നെ 9 ഓഫ് വാൻസ് ആണ്. അവിടെ ഒരു ഗ്യാപ്പാണ്, ഒരു നഷ്ടമാണ്. അദ്ദേഹം ആ വ്യക്തി ഭൂതകാലത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള തിങ്കിങ്, അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സമാധാനം, സന്തോഷം, ആ ഒരു ഗ്യാപ്പ്, അവരുടെ ഹൃദയത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടിരിക്കുകയാണ്. അവർ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ആ പഴയ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിഞ്ഞു നോക്കുകയാണ്. അങ്ങോട്ടേക്ക് തിരിച്ചു പോരുക എന്ന ചിന്ത തന്നെയാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളിലേക്ക് തന്നെ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അവർ ഉറപ്പിച്ച് തീരുമാനിക്കുകയാണ്, ഇനി ഇത് മുന്നോട്ട് വേണ്ട, ഈ സിറ്റുവേഷൻ എനിക്ക് വേണ്ട, എനിക്ക് പറ്റിയ ഒരു അന്തരീക്ഷം അല്ല, എൻ്റെ ഫസ്റ്റ് തോന്നിയ ഒരു അട്രാക്ഷൻ്റെ പുറത്ത് പറ്റിയതാണ് എന്നോർത്ത് 3 ഓഫ് വാൻസ് ആണ്. അവരൊരു കാര്യം ഉറപ്പിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ്. ആ ഒരു പിടിയിൽ നിന്നും, ആ ഒരു നീരാളി പിടിയിൽ നിന്നും രക്ഷപ്പെടുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അവർ എത്രയും പെട്ടെന്ന് ക്വിക്ക് ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരും. കാരണം അവർക്ക് അത്രത്തോളം തലവേദനയും ഫീലുമാണ് തേർഡ് പാർട്ടിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് സംഭവിക്കുന്നത്. തേർഡ് പാർട്ടി അവർക്ക് ഒരിക്കൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം അവർ ശ്വാസം മുട്ടുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അവർ ഹോൾഡ് ചെയ്യുകയാണ്, അവർ ഫോക്കസ് ചെയ്യുകയാണ്. അവർ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. ഒരു നല്ല സമയത്തിന് വേണ്ടി ഒരു ഉദയം, ഒരു സൺറൈസിങ്ങിന് വേണ്ടിയിട്ട്. അതായത് ആ കാർഡിൻ്റെ ബാക്കി ഫുള്ള് യെല്ലോ കളറാണ്. അതായത് ഒരു സൺറൈസിങ്, ഒരു ഉയർച്ച, ഒരു വിജയത്തിന് വേണ്ടി നിങ്ങളിലേക്ക് ആ വ്യക്തി ഫോക്കസ് ചെയ്യുകയാണ്. അവർക്കൊരു തുടക്കം വേണം, നിങ്ങളിലൂടെ അവർക്കൊരു സന്തോഷവും തുടക്കവും വേണമെന്ന് തീരുമാനിക്കുകയാണ്. ദ വേൾഡാണ്. ഒരു പുതിയ ലോകം വേണം. ഈ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടണം, എനിക്ക് പുതിയൊരു ലോകം വേണമെന്ന് അവർ ഇമാജിൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് വാൻസ് ആണ്. ബർഡൻ, ഈ ബർഡൻ മാറ്റി വെക്കണം. എത്രയും പെട്ടെന്ന് അത് ചുമന്ന് മാറ്റി വെച്ച് ആ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടണം എന്നാണ്. നൈറ്റ് ഓഫ് കപ്സിലേക്ക് പോകണം. അതായത് പുതിയ ഒരു സ്വസ്ഥമായ ഒരു സ്നേഹം, ഇഷ്ടത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നതും ചിന്തിക്കുന്നതും. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയുടെ ആ ഒരു ഓവറായിട്ടുള്ള ആ ഒരു ബിഹേവിയർ ഭയങ്കര ശ്വാസം മുട്ടും, മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധം സ്റ്റക്കാക്കി കളയുകയാണ്. അവർ ഹോൾഡ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുക എന്നതല്ല, രക്ഷപ്പെടും അവരെത്രയും പെട്ടെന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്ന മെസ്സേജ്.
നിങ്ങൾക്ക് ഏഞ്ചൽസ് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഏഞ്ചൽസ് നൽകുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ എന്നാണ്. നിങ്ങൾക്ക് ധ്യാനം നിങ്ങൾക്ക് ഉത്തരം നൽകും. നമ്മളെല്ലാത്തിനകത്തും നമ്മുടെ വ്യൂവേഴ്സിന് എൻ്റെ സഹോദരങ്ങൾക്ക് എപ്പോഴും വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുക എന്നും സോൾ പർപ്പസ് സോളിനെ നല്ല ഇതാക്കി വെക്കുക എന്നതുമാണ്. എൻ്റെ വ്യൂവേഴ്സ് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ മെഡിറ്റേഷൻ മീൻസ് പ്രെയറിന് പ്രാധാന്യം കൊടുക്കുക. നെഗറ്റീവ് എനർജി നെഗറ്റീവ് ചിന്തകളെ തോട്ട്സിനൊക്കെ എടുത്ത് കളയുക കേട്ടോ. കാരണം ഇതിൽ കൂടുതൽ ഇനി നിങ്ങൾക്ക് ഒരു തെളിവും എനിക്ക് തരാനില്ല. നിങ്ങൾക്ക് വന്നിരിക്കുന്നത് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ എന്നാണ്. മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഉത്തരം നൽകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിനകത്ത് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആശങ്കകൾക്ക് ഭൗതികമായ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമം വിജയിച്ചില്ല. നിങ്ങൾക്ക് ഭൗതികമായിട്ട് അതിനൊരു ഉത്തരം കണ്ടെത്താൻ ഒരിക്കലും സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ അന്വേഷിക്കുന്ന പരിഹാരങ്ങൾ ധ്യാനത്തിലൂടെയോ ആന്തരിക ആത്മീയ പ്രവർത്തനത്തിലൂടെയോ മാത്രമേ കണ്ടെത്താനാകൂ. നിങ്ങൾക്കത് പ്രെയറിലൂടെയോ മെഡിറ്റേഷനിലൂടെയോ മാത്രം, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഹൃദയത്തിൽ കൈ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട കാര്യം എന്താണോ അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സോളിലൂടെ നിങ്ങളുടെ ബ്രെയിനിൽ എത്തിച്ചേരും. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെയാണ് ഏഞ്ചൽസ് ഇപ്പോഴും നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഉണർന്നിരിക്കുന്ന മനസ്സിന് ലഭ്യമല്ലാത്ത പരിഹാരങ്ങൾ ഉപബോധ മനസ്സ് സൃഷ്ടിക്കുന്നതിനാൽ നിങ്ങളുടെ രാത്രികാല സ്വപ്നങ്ങളിൽ നിന്നുള്ള ഉൾക്കാഴ്ചകൾ നിങ്ങൾ ശേഖരിക്കുക. അതായത് നിങ്ങൾക്ക് നമ്മളുടെ ആ ഒരു ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ കിട്ടുന്നതൊന്നും നിങ്ങൾക്ക് ഓക്കെ അല്ല എങ്കിൽ നിങ്ങളുടെ ആ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡിലൂടെയോ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ ശരിയായ കാര്യം ശേഖരിക്കൂ എന്നാണ് പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്യൂ എന്നാണ് നിങ്ങളോട് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ കാർഡ്സ് ഞാൻ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ടാണ് കേട്ടോ. ചൂസ് ന്യൂ ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പുതിയ ദിശ തിരഞ്ഞെടുക്കൂ എന്നാണ് നിങ്ങളുടെ പേഴ്സണോട് ഏഞ്ചൽസ് പറയുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിനായി ഒരു പുതിയ ദിശ തിരഞ്ഞെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നിവർത്തിയില്ലാത്തതായി തോന്നിയേക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം അസംതൃപ്തി നിറഞ്ഞതായിരിക്കാം. നിങ്ങൾക്കായി ലോകത്ത് മറ്റൊന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മാലാഖമാരുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ ആകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാകാൻ ബോധപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക. നിങ്ങൾക്കായി ഒരു പ്രവർത്തന പദ്ധതി സൃഷ്ടിക്കുക. സന്തോഷകരമായൊരു ഭാവിയിലേക്കുള്ള നടപടികൾ ഉടനടി ആരംഭിക്കുക. ഇതിനപ്പുറം ഇനി എനിക്ക് നിങ്ങളോട് ഒന്നും പറഞ്ഞു തരാനില്ല. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ്സ് വെച്ചിരിക്കുന്നത് നമ്മുടെ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എ ഇയർ ഫ്രം നൗ എന്നാണ് പറയുന്നത്. എ ഇയർ ഫ്രം നൗ, ഇപ്പോൾ മുതൽ ഒരു വർഷം വരെ. അവരോടും ഏഞ്ചൽസ് അവരെയും ഏഞ്ചൽസിനെ എല്ലാ വ്യക്തികളും ഒരുപോലെയാണ്. ആരും വ്യത്യസ്തരൊന്നുമല്ല. അപ്പോൾ ഏഞ്ചൽസ് അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ഏഞ്ചൽസിനോട് ചോദിക്കുന്നത് അത് ഈ നിമിഷം മുതൽ ഒരു വർഷത്തിനുള്ളിൽ നടന്നിരിക്കും. അപ്പം നിങ്ങൾക്കുടെ സാഹചര്യം എന്താണോ അതിനൊരു തീരുമാനം, അതിന് അർത്ഥവത്തായ ഒരു തീരുമാനം ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ യാത്ര തുടർന്നോളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ അവർക്കൊരു വാണിംഗ് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ മറ്റാരുടെയൊക്കെയോ നേരായ ഒരു തീരുമാനത്തിലൂടെയാണ്. അതായത് ഇവർക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. തേർഡ് പാർട്ടിക്ക് മറ്റാരുടെയൊക്കെയോ തീരുമാനങ്ങളിലൂടെയാണ് നിങ്ങളുടെ കാര്യം സാധ്യമാകുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾക്ക് യൂണിവേഴ്സ് ഉത്തരം നൽകി കഴിഞ്ഞു. ഇതിനപ്പുറം അവരോടും ഇനി ഒന്നും പറയാനില്ല. അവരോടും നല്ല രീതിയിൽ പ്രെയർ ചെയ്തോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഇതും കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. പിന്നെ പ്രധാനമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾക്കിവിടെ കിട്ടുന്ന എനർജി, ടാറോയിൽ നിന്നും യൂണിവേഴ്സിൽ നിന്നും കിട്ടുന്ന എനർജിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ അത്രത്തോളം ഹോൾഡ് ചെയ്യുന്നു എന്നതൊരു നെഗറ്റീവായിട്ട് കാണണ്ട. കാരണം തേർഡ് പാർട്ടിക്ക് ഇഷ്ടമുണ്ടാകും
അതുകൊണ്ടായിട്ടാണല്ലോ ആ വ്യക്തിയെ സ്വീകരിച്ചതും ഈ വ്യക്തി പോയതും. ആ ഒരു സ്നേഹം അവരിൽ അങ്ങനെ തന്നെ നിൽക്കുന്നു. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയിൽ നിന്നും പിന്തിരിയാൻ നോക്കുന്നു. അതെന്തു പറഞ്ഞാലും 100% ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കും. അതിനൊരു മാറ്റവുമില്ല എന്നാണ് യൂണിവേഴ്സ് നമ്മൾക്ക് നൽകിയിരിക്കുന്ന മെസ്സേജ്. നിങ്ങളുടെ എല്ലാം ആഗ്രഹങ്ങൾ ഹാപ്പിയായിട്ട് നടക്കട്ടെ. അപ്പോഴും എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായി തിങ്ക് ചെയ്യുക, പോസിറ്റീവായ വ്യക്തികളുമായിട്ട് കോണ്ടാക്റ്റ് വയ്ക്കുക. നമ്മളെ അംഗീകരിക്കുന്ന വ്യക്തികളോടും നമ്മളുടെ കുറവുകളെ അംഗീകരിക്കാൻ പറ്റുന്നവരോടും ഒത്തും സമയം ചെലവഴിക്കുക. അതുപോലെ തന്നെ ലൈഫിൽ അച്ചീവ് ചെയ്യുക. നമ്മൾ വിജയിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഈ ലോകം ഒരുക്കി വച്ചിരിക്കുന്നുണ്ട്. എല്ലാ വ്യക്തികൾക്കും ഒരാൾക്ക് പോലും ഒന്നും ഈ ലോകത്തിൽ നിന്ന് ലഭിക്കാതിരിക്കില്ല, തുല്യമായി ലഭിക്കും. അച്ചീവ് ചെയ്യുക, ഏത് ബന്ധവും നിങ്ങളിലേക്ക് വരും.